ഹായ് ഹലോ എവരി വൺ, എല്ലാവർക്കും മാഷൻ ടീച്ചറിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. അടുത്ത ദിവസം 4ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് EVS ആണ് എക്സാം വരുന്നത് അല്ലേ. അപ്പം നമ്മൾ EVSുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഫസ്റ്റ് പാർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ സെക്കൻഡ് പാർട്ടാണ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് പാർട്ട് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ കയറിയിട്ട് ഫസ്റ്റ് പാർട്ട് വീഡിയോ കാണുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ടീച്ചർക്ക് മറ്റൊരു കാര്യം കൂടി പറയാനായിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ മെമ്പർഷിപ്പ് എടുത്ത് ജോയിൻ ചെയ്യുന്ന കൂട്ടുകാർക്ക് നിങ്ങളുടെ സിലബസ് ബേസ്ഡ് ട്യൂഷൻ ക്ലാസ്സുകൾ അവൈലബിൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ വീക്ക്ലി 3 days ആയിരിക്കും ക്ലാസ് ഉണ്ടായിരിക്കുക. താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മുടെ ചാനലിൽ മെമ്പർഷിപ്പ് എടുക്കുക കേട്ടോ. മെമ്പർഷിപ്പ് എടുത്തതിന് ശേഷം നമ്മുടെ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് വാട്സാപ്പിൽ കൂടുതൽ ഡീറ്റെയിൽസ് അയക്കാവുന്നതാണ്. അപ്പോൾ അതിന് ചെറിയൊരു ഫീ ഉണ്ട്. മന്ത്ലി 89 രൂപയാണ് ചാർജ് ആയിട്ട് വരുന്നത്. താല്പര്യമുള്ള കൂട്ടുകാർ ജോയിൻ ചെയ്യുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പം നമ്മുടെ ആദ്യത്തെ ആക്ടിവിറ്റി നോക്കാം. കഴിഞ്ഞ ദിവസം നമ്മൾ ആക്ടിവിറ്റി 2 വരെ കംപ്ലീറ്റ് ചെയ്തു അല്ലേ. ആക്ടിവിറ്റി 3 നോക്കിക്കേ. ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ. ഫോറിനേഴ്സ് ഫസ്റ്റ് കെയിം ടു ഇന്ത്യ to buy spices like cardamom and pepper and textiles like silk and cotton. Gradually, they started industries after receiving privileges from the local rulers. Various regions of India were ruled by local rulers. They fought with each other and it made matters easier for the British. Gradually, agriculture, trade and the kings came under the control of foreigners. Using improved weapons like cannons and guns and warfare tactics, they subdued the natives and the local rulers. Over time, the British gained control over all parts of India. For the next 200 years, India was under their control. Read the note above ആൻഡ് ആൻസർ ദി ഫോളോയിങ്. നമുക്ക് അവിടെ ഒരു നോട്ട് തന്നിട്ടുണ്ട് അല്ലേ. എന്തിനെക്കുറിച്ചാണ്? നമ്മുടെ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യയെക്കുറിച്ചിട്ടാണ് അല്ലേ. നമ്മുടെ ഇന്ത്യയെക്കുറിച്ചിട്ടാണ്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്? ഫസ്റ്റ് ടൈം നമ്മുടെ ഫോറിനേഴ്സ് ഇവിടെ വന്നത് എന്തിനായിരുന്നു? സ്പൈസസ് ഒക്കെ മേടിക്കാനാണ് അല്ലേ. കാർഡമം അതുപോലെ തന്നെ പെപ്പർ പോലുള്ള സ്പൈസസും അതുപോലെ തന്നെ ടെക്സ്റ്റൈൽസ് അല്ലേ, അതൊക്കെ മേടിക്കാനായിരുന്നു. പിന്നീട് അവരെന്ത് ചെയ്തു? പതുക്കെ അവരെന്ത് ചെയ്തു? നമ്മുടെ ഇവിടം ഭരിക്കാനായിട്ട് തുടങ്ങിയില്ല. അപ്പോൾ ഇവിടെയൊക്കെ ആദ്യം ഭരിച്ചിരുന്നത് ആരാണ്? ലോക്കൽ റൂളേഴ്സ് ആയിരുന്നു അല്ലേ. പക്ഷെ അവർക്ക് ഒരു സ്വഭാവം ഉണ്ട്. എന്താണ്? പരസ്പരം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടിച്ച് നിൽക്കുന്ന ആൾക്കാരായിരുന്നു അല്ലേ. അങ്ങനെ എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർ പതിയെ എന്ത് ചെയ്യാൻ തുടങ്ങി? ബ്രിട്ടീഷുകാർ നമ്മളെ അവരുടെ അണ്ടറിലാക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അല്ലേ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഫസ്റ്റ് ഒരു വായിക്കാനായിട്ട് തന്നിട്ടുള്ള ഒരു നോട്ടിൽ പറഞ്ഞിട്ടുള്ളത്. മക്കളൊന്നും കൂടി വായിച്ച് നോക്കുക കേട്ടോ. എന്നിട്ട് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് താഴെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നിട്ടുള്ളത്. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. വാട്ട് വാസ് ദി മെയിൻ എയിം ഓഫ് ഫോറിനേഴ്സ് റീച്ചിങ് ഇന്ത്യ? നമ്മുടെ ഫോറിനേഴ്സിന് ഇന്ത്യയിലേക്ക് വന്നതിനുള്ള മെയിൻ ആയിട്ടുള്ള എയിം എന്തായിരുന്നു മക്കളെ? ഫോർ വാർ, ടു ഹാവ് ട്രേഡ് ആൻഡ് ലോക്കൽ റൂൾസ്, ടു ബൈ സ്പൈസസ് ആൻഡ് ടെക്സ്റ്റൈൽസ്, ടു സ്റ്റാർട്ട് ഇൻഡസ്ട്രീസ്. ഏതായിരുന്നു മക്കളെ? ടു ബൈ സ്പൈസസ് ആൻഡ് ടെക്സ്റ്റൈൽസ് എന്നുള്ളതാണ് അല്ലേ. അതായിരുന്നു അവരുടെ മെയിൻ എയിം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതാണ് മക്കൾ അവിടെ എഴുതേണ്ടത് കേട്ടോ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ മക്കളെ. വൈ വാസ് ഇറ്റ് സോ ഈസി ഫോർ ദി ബ്രിട്ടീഷ് ടു ബ്രിങ് ഇന്ത്യ അണ്ടർ ദ കൺട്രോൾ അല്ലേ. എന്തുകൊണ്ടാണ് ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയെ അവരുടെ കൺട്രോൾ കൊണ്ടുവരാൻ പെട്ടെന്ന് പറ്റിയിട്ടുള്ളത്? എന്തുകൊണ്ടായിരുന്നു? അത് നമ്മൾ പറഞ്ഞില്ലേ, നമ്മുടെ ലോക്കൽ റൂളേഴ്സ് ഇല്ലേ, അവരെന്തായിരുന്നു? ദേ ഫോട്ട് നോക്കിക്കേ. They fought with each other and it made the matters easier for British അല്ലേ. അവരെന്ത് ചെയ്തു? പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്തു? അടിപിടിക്കുന്ന ആൾക്കാരായിരുന്നല്ലേ ഈ ലോക്കൽ റൂളേഴ്സ് എന്ന് പറയുന്നത്. അതാണ് ബ്രിട്ടീഷുകാർക്ക് കുറച്ചും കൂടി ഈസി ആക്കിയത്. എന്തിനു വേണ്ടിയിട്ട്? നമ്മളെ അവരുടെ അണ്ടറിൽ അല്ലേ, അവരുടെ അണ്ടറിൽ കൊണ്ടുവരാൻ അല്ലെങ്കിൽ അവരുടെ കൺട്രോളിൽ കൊണ്ടുവരാൻ അതായിരുന്നു അവർക്ക് ഒരു ഈസി വേ ആയിരുന്നു അല്ലേ, അവരങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ മക്കളെ. ഫോർ ഹൗ ലോങ് വാസ് ഇന്ത്യ അണ്ടർ ദി കൺട്രോൾ ഓഫ് ബ്രിട്ടീഷ്? ഏതാണ് മക്കളെ? ഓപ്ഷൻ ബി ആണ് അല്ലേ. 2 centuries എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ട് വരിക അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ മക്കളെ. ഇൻഡിപെൻഡൻസ് ത്രൂ സ്ട്രഗിൾസ്. ദി സാൾട്ട് സത്യാഗ്രഹ ആൻഡ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ആർ ദി greatest struggle in history of India freedom struggle. Prepare notes on these 2 freedom struggles അല്ലേ. നമ്മുടെ ഫ്രീഡം സ്ട്രഗിൾസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് സാൾട്ട് സത്യാഗ്രഹം, അതുപോലെ തന്നെ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്. അപ്പോൾ രണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് അല്ലേ. അപ്പം അതിനെക്കുറിച്ച് ചെറിയൊരു നോട്ട് പ്രിപ്പയർ ചെയ്യാനാണ് മക്കളടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഈ ഒരു പോർഷൻ മക്കൾ നോക്കിയിട്ട് പോവാം കേട്ടോ. കാര്യം നമുക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ വരാം. അപ്പോൾ സാൾട്ട് സത്യാഗ്രഹം അതുപോലെ തന്നെ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് കേട്ടോ. അപ്പോൾ സാൾട്ട് സത്യാഗ്രഹയിൽ നിങ്ങൾ പ്രധാനമായിട്ട് ഓർക്കേണ്ട കാര്യങ്ങൾ എന്താണ്? അത് നടന്നിട്ടുള്ള വർഷം അല്ലേ 1930 അത് ആരാണ് നേതൃത്വം വഹിച്ചിട്ടുള്ളത്? മഹാത്മാഗാന്ധിയാണ് അല്ലേ. പിന്നെ അതുപോലെ തന്നെ ദണ്ഡി മാർച്ച് അല്ലേ, അതിനെക്കുറിച്ച് മക്കൾക്ക് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ പിന്നെ നമ്മൾ ആ ഒരു മൂവ്മെൻറ്റിൽ
നമ്മൾ സാൾട്ട് സത്യാഗ്രഹ നടന്നത് എവിടെ മുതൽ എവിടെ വരെയാണ് നടന്നിട്ടുള്ളത് എന്നിങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം മക്കൾ അറിഞ്ഞിരിക്കണം. നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ടീച്ചർ കൊടുത്തിട്ടുണ്ട്, മക്കൾ എന്ത് ചെയ്യുക അതൊന്ന് നോക്കിയിട്ട് പോവുക കേട്ടോ. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് 1942 അല്ലേ. അതും ആരാണ്? ഗാന്ധിജിയാണ്. ഡ്യൂറിങ് ദി വേൾഡ് വാർ സെക്കൻഡ് അല്ലേ, സെക്കൻഡ് വേൾഡ് വാറിൻ്റെ സമയത്ത്. ഓക്കെ, പിന്നെ അതിൽ നമുക്ക് പ്രധാനപ്പെട്ട ഒരു സ്ലോഗൻ അല്ലേ ക്വിറ്റ് ഇന്ത്യ എന്ന് പറയുന്ന സ്ലോഗൻ. അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാരെ അല്ലേ വൈഡ് സ്പ്രെഡായിട്ട് ആൾക്കാരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യണം നമ്മൾ ഉൾപ്പെടുത്തുന്ന ക്വിറ്റ് ഇന്ത്യ സമരം. അതുപോലെ തന്നെ സാൾട്ട് സത്യാഗ്രഹ എന്നുള്ള ഈ 2 സ്ട്രഗിൾസും വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഒന്ന് 1913 ഒന്ന് 1942 ആണ്. അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക നോക്കി വെക്കുക കേട്ടോ. ഒന്ന് വായിച്ചിട്ട് പോവുക കേട്ടോ, ചെറിയൊരു നോട്ട് വായിച്ചിട്ട് പോവുക. പിന്നെ മിസ് ചെയ്തിയ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കണം എന്നില്ല, നിങ്ങളതായിട്ടുള്ള രീതിയിലുള്ള നോട്ട്സ് എന്ത് ചെയ്യുക മക്കൾ നോക്കിയിട്ട് പോവുക കേട്ടോ. അടുത്ത ചോദ്യം നോക്കിക്കേ. വിച്ച് ഫ്രീഡം ഫൈറ്റർ ഈസ് നോൺ ആസ് ദി ഫ്രണ്ടിയർ ഗാന്ധി? ആരാണ് മക്കളെ? നമ്മുടെ ഓപ്ഷൻ ഡി ആണല്ലേ, ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആണല്ലോ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് കേട്ടോ. ഓപ്ഷൻ ഡി ആണ്. മക്കൾ എന്ത് ചെയ്യണം അത് ഇവിടെ എഴുതണം കേട്ടോ, ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ എന്നുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ടോപ്പോഗ്രഫി ഓഫ് ഇന്ത്യ അല്ലേ, നമ്മുടെ ഒരു ഇന്ത്യയുടെ ഒരു ഭൂപടം അവിടെ തന്നിട്ടില്ലേ, അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങളാണ്. നോക്കൂ. ഒബ്സർവ് ദി മാപ്പ് ആൻഡ് ആൻസർ ഓൾ ദീസ് എന്നാണ് പറഞ്ഞത്. ആ മാപ്പ് നന്നായിട്ട് ഒബ്സർവ് ചെയ്തിട്ട് താഴെ കൊടുത്ത ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യാനാണ്. വിച്ച് ആർ ദി 2 സ്റ്റേറ്റ്സ് ദാറ്റ് ഷെയർസ് ബോർഡർ വിത്ത് 5 സ്റ്റേറ്റ്സ്? അതായത് 5 സംസ്ഥാനങ്ങളുമായിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്ന ഏതെങ്കിലും 2 സ്റ്റേറ്റിൻ്റെ പേര് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ. നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കൊന്നും വേണ്ട, നമുക്ക് മാപ്പ് തന്നിട്ടുണ്ടാവും, അത് നോക്കി ജസ്റ്റ് ഒന്ന് എഴുതിയാൽ മതി അല്ലേ. എത്രയാണ് പറഞ്ഞത്? 5 സ്റ്റേറ്റ്സുമായിട്ട് സൈഡ് ഷെയർ ചെയ്യുന്നതാണ് അല്ലേ. അപ്പം നോക്കിക്കേ ഇതല്ലേ നമ്മുടെ മധ്യപ്രദേശ് ഇവിടെ 1 2 3 4 5 അല്ലേ, 5 സ്റ്റേറ്റ്സുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഷെയർ ചെയ്യുന്നുണ്ട് അല്ലേ. അതേപോലെ നിങ്ങൾ എന്ത് ചെയ്യണം ഭൂപടം നോക്കിയിട്ട് വേറൊരു സ്റ്റേറ്റും കൂടി കണ്ടെത്തുക കേട്ടോ. എന്നിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയണേ. നമുക്ക് ഈ ഒരു ഗ്രാഫ് നോക്കിയാൽ നമുക്ക് ഈ ഒരു മാപ്പ് നോക്കി നമുക്ക് ഈസി ആയിട്ട് കണ്ടെത്തി പറയാവുന്നതേ ഉള്ളൂ. എന്നിട്ട് എന്ത് ചെയ്യുക കണ്ടെത്തിയതിന് ശേഷം നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. 5 സ്റ്റേറ്റ്സുമായിട്ട് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഒന്ന് ടീച്ചർ പറഞ്ഞു, ബാക്കി നിങ്ങൾ എന്ത് ചെയ്യുക കമൻറ്റ് ബോക്സിൽ ഇടുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ മക്കളെ. വിച്ച് ഈസ് ദി ബിഗ്ഗസ്റ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ? അതും മിസ് നിങ്ങൾക്ക് വിട്ടുതന്നിട്ടുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റേറ്റ് ഏതാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഒന്നിലെ കുട്ടികളടുത്ത് പഠിക്കുകയാണെങ്കിൽ അല്ലേ അത്രയും കുഞ്ഞു കുട്ടികൾക്ക് വരെ അറിയാവുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ബിഗ്ഗസ്റ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ഏതാണ് മക്കളെ? കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ ആ 2 ക്വസ്റ്റ്യൻ, 5ാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ, 5ാമത്തെ ആക്ടിവിറ്റിയിലുള്ള പാർട്ട് എയും പാർട്ട് ബിയും മക്കൾക്ക് വിട്ടുതന്നിട്ടുണ്ട്. പിന്നെ ആൻസർ മാത്രം എഴുതിയാൽ പോരാ, ആൻസർ എഴുതുന്ന മിടുക്കന്മാരായിട്ടുള്ള കുട്ടികളുടെ പേര് കൂടി ഉൾപ്പെടുത്തുക കേട്ടോ. ബിഗ്ഗസ്റ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ എഴുതുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കുക മക്കളെ. വിച്ച് സീ ഈസ് ഫൗണ്ട് ഓൺ ദി വെസ്റ്റ് ഓഫ് കേരള? ഇന്ത്യ വെസ്റ്റ് ഓഫ് കേരളയിൽ കാണപ്പെടുന്ന സീ ഏതാ മക്കളെ? ഏതാണ്? മക്കൾക്ക് അറിയാം അല്ലേ, നമ്മുടെ അറബിക്കടലാണ് കാണപ്പെടുന്നത്. ക്ലിയർ ആയിട്ടുണ്ടല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഫൈൻഡ് ഔട്ട് അനദർ സ്റ്റേറ്റ് അതർ ദാൻ വെസ്റ്റ് ബംഗാൾ ആൻഡ് ആന്ധ്രാപ്രദേശ് ദാറ്റ് ഷെയർസ് ദി ബോർഡർ വിത്ത് ബേ ഓഫ് ബംഗാൾ അല്ലേ. ബേ ഓഫ് ബംഗാളുമായിട്ട് ബോർഡർ കവർ ചെയ്യുന്ന ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൻ്റെ പേര് എഴുതാനാണ് പറഞ്ഞത്. ഏത് പറ്റില്ല? വെസ്റ്റ് ബംഗാളും ആന്ധ്രാപ്രദേശും ഒഴികെ നമ്മുടെ ബേ ഓഫ് ബംഗാൾ അല്ലേ, നമ്മുടെ ബംഗാൾ ഉൾക്കടലുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഏതൊക്കെയാണ് മക്കളെ? നമ്മുടെ തമിഴ്നാടില്ലേ. തമിഴ്നാട് എന്താണിതാ ബംഗാൾ ഉൾക്കടൽ ഈ ഒരു ഭാഗത്താണുള്ളത് അല്ലേ. ബേ ഓഫ് ബംഗാൾ ഇവിടെയുണ്ട്. അപ്പോൾ എന്താണ് തമിഴ്നാട് നമുക്ക് കൊടുക്കാം. ആന്ധ്രാപ്രദേശ് നമുക്ക് അവിടെ തന്നിട്ടുണ്ട് അല്ലേ, തമിഴ്നാട് കൊടുക്കാവുന്നതാണ്. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലേ. ഗ്രാഫ് നോക്കുക, ഉത്തരം എഴുതുക അല്ലേ, മാർക്ക് കിട്ടും. ഇത്ര പണിയേ ഉള്ളൂ മക്കൾ എഴുതുക. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഫൈൻഡ് ഔട്ട് അനദർ സ്റ്റേറ്റ്. ഓക്കെ, അത് നമ്മൾ പറഞ്ഞു അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. വിച്ച് ആർ ദി സ്റ്റേറ്റ്സ് ദാറ്റ് ഷെയർസ് ബോർഡർ വിത്ത് കേരള അല്ലേ. നമ്മളെ കേരളവുമായിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്ന സ്റ്റേറ്റ്സ് ഏതൊക്കെയാണ്? ഏടെയാണ് നമ്മുടെ കേരളം? യെസ്, ഇതാണ് നമ്മുടെ കൊച്ചു കേരള. കേരളത്തോട് ബോർഡർ കവർ ചെയ്യുന്ന സ്റ്റേറ്റ്സ് ഏതൊക്കെയാണ്? ഒന്ന് ഏതാണ്? കർണാടകമുണ്ട്. ഒന്ന് എന്തുണ്ട്? തമിഴ്നാടുണ്ട് അല്ലേ. കർണാടകം അതുപോലെ തന്നെ തമിഴ്നാടുണ്ട്. 2 മക്കൾ എഴുതുക കേട്ടോ. അത് നമ്മുടെ ക്വസ്റ്റ്യനിൽ ഉള്ള ഒരു ചോദ്യമാണ് അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മുടെ കേരളമായിട്ട് ബോർഡർ കവർ ചെയ്യുന്ന സ്റ്റേറ്റ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ക്ലിയർ ആയിട്ടുണ്ടല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഫ്ലൈയിങ് ഫ്രണ്ട്സ്. റീന ഗീവ്സ് ഇൻഫോർമേഷൻ ബേസ്ഡ് ഓൺ ഹെർ ഒബ്സർവേഷൻ ഓഫ് വേരിയസ് സ്പൈസസ് ഓഫ് ബേർഡ്സ് റെഗുലർലി സീൻ അറൌണ്ട് ഹെർ ഹൗസ്. എക്സാമിൻ ഈച്ച് ആൻഡ് മാച്ച് ദി ഇൻഫോർമേഷൻ ടു ദി അപ്രോപ്രിയേറ്റ് ബേർഡ് അല്ലേ. നമ്മുടെ റീന അവൾ എന്ത് ചെയ്തു? ഒരുപാട് സ്പൈസസ് ഓഫ് ബേർഡ്സിനെയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഒബ്സർവ് ചെയ്തിട്ട് എന്നും അവൾ എന്ത് ചെയ്യും? ഒബ്സർവ് ചെയ്തും. അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ നമുക്ക് കുറച്ച് ഇൻഫോർമേഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കിക്കേ. ഒരു സൈഡിൽ
ആനിമൽസിൻ്റെ ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട് പ്രത്യേകതകളാണ് കൊടുത്തിട്ടുള്ളത്. തൊട്ടടുത്ത സൈഡിൽ എന്ത് കൊടുത്തിട്ടുണ്ട്, ആ ബേർഡ്സിൻ്റെയൊക്കെ പേരുകളും കൊടുത്തിട്ടുണ്ട്. ഒരു സൈഡിൽ ബേർഡ്സിൻ്റെ ഒക്കെ പ്രത്യേകതകളും ഒരു സൈഡിൽ അവയുടെ പേരും. അപ്പോൾ പ്രത്യേകതകൾ ഓരോന്നും വായിച്ചിട്ട് ഏതാണ് ആ ബേർഡ് എന്നത് കണ്ടെത്തിയിട്ട് അതിലേക്ക് മാച്ച് ചെയ്യാനാണ്. അപ്പോൾ ഒന്ന് നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. ഫ്ലൈസ് ഹൈ, ഹാസ് പോയിന്റഡ് ക്ലൗസ് ആൻഡ് ഷാർപ്പ് ബീക്സ്, ചേസസ് ആൻഡ് ക്യാച്ചസ് പ്രേ. ആരാന്ന് നമുക്ക് അവിടെ തന്നിട്ടുണ്ട്, ഈഗിൾസിലോട്ടാണ് അത് വരിക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഹാസ് എ ബ്ലാക്ക് കളർ ട്രാവൽസ് ഇൻ ഗ്രൂപ്പ് ക്ലീൻസ് ദി സറൗണ്ടിങ്. അല്ലേ, ബ്ലാക്ക് കളറാണ്, ഒരു ഗ്രൂപ്പായിട്ടാണ് അത് എന്ത് ചെയ്യുക, സഞ്ചരിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുപാടൊക്കെ വൃത്തിയാക്കും. എന്താണ് മക്കളെ, എല്ലാവർക്കും അറിയാം അല്ലേ, നമ്മുടെ ക്രൗ ആണ് ആൻസർ വരുന്നത്. അടുത്ത നോക്കിക്കേ. ഹാസ് എ സ്മാൾ ബോഡി, ലോങ് ബിഗ്, ഫ്ലൈസ് ഫാസ്റ്റ്, ഹൺസ് പ്രേ ഫ്രം പോൺസ് ആൻഡ് റിവേഴ്സ്. ആരാണ് മക്കളെ, ചെറിയ ബോഡിയാണ്, ലോങ് ബീക്ക് ഉണ്ട്, നല്ല സ്പീഡിലായിട്ട് എന്ത് ചെയ്യും, അത് ഫ്ലൈ ചെയ്യും. അതുപോലെ തന്നെ ഈ പോൺസിനും റിവേഴ്സിനൊക്കെ അത് അതിൻ്റെ പ്രേന, അതിൻ്റെ ഇരയെ പിടിക്കും. ആരാണത്, യെസ്, കിങ് ഫിഷർ ആണല്ലോ. അത് നമുക്ക് മുകളിലേക്കുള്ളതാണ് കേട്ടോ. ഏതാണ്, കിങ് ഫിഷറാണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് വേർഡ് നോക്കിക്കേ. ഈസ് ഓഫ് മീഡിയം സൈസ്, ഹാസ് ക്യാപ് ലൈക്ക് പാർട്ട് ഓൺ ദി ഹെഡ്, സ്ട്രോങ് പോയിന്റഡ് ക്ലൗസ്. ആരാണ് മക്കളെ, വുഡ് പെക്കർ ആണ് അല്ലേ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. വിച്ച് ഈസ് ദി ബേർഡ് ദാറ്റ് ഹൺസ് പ്രേ ഇൻ പ്ലേസസ് വേർ ദർ ഈസ് വാട്ടർ. വെള്ളമുള്ളിടത്ത് ഇരയെ പിടിക്കുന്ന ബേർഡ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സിമ്പിൾ ആണ് അല്ലേ, ഏതാണ്, നമ്മുടെ ക്രെയിൻ ആണ് അല്ലേ. ഓക്കെ മക്കളെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ചൂസ് ദി റോങ് സ്റ്റേറ്റ്മെന്റ് ഫ്രം ബിലോ. അപ്പോൾ അതും മക്കൾക്ക് വിട്ടു തന്നു കേട്ടോ. ഏതാണ് അതിൽ റോങ് സ്റ്റേറ്റ്മെന്റ്, വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കേ മക്കളെ, ഒന്നാമത്തെ ഓപ്ഷൻ, ഓൾ ബേർഡ്സ് ഹാവ് സെയിം ദി ബോഡി സ്ട്രക്ചർ. There is a connection between the body structure of the birds and its spraying mechanism. Some birds have long pointed beaks and long legs. Birds found in വാട്ടറി പ്ലേസസ് ഹാവ് എ ഓയിലി ഫെതേഴ്സ്. ഓരോന്ന് മക്കൾ ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ, കറക്റ്റ് ആണോ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ അതിലേതോ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്നല്ല കറക്റ്റ് അല്ല, മക്കൾക്ക് പെട്ടെന്ന് തന്നെ അത് ഫൈൻഡ് ചെയ്യാൻ പറ്റൂ കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ ഇത്രയാണ് നിങ്ങളുടെ പരീക്ഷയിലെ ചോദ്യങ്ങൾ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ എക്സാമിന് തയ്യാറെടുക്കുക. പിന്നെ നമ്മുടെ ചാനലിൽ മെമ്പർഷിപ്പ് എടുക്കുന്ന കാര്യം മറന്നു പോകേണ്ട. താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും മെമ്പർഷിപ്പ് എടുക്കുക. ഓക്കെ മക്കളെ, മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.